ശില്പി പറയുന്നത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളികളെല്ലാം തിരിച്ചെത്തിയത് എന്ന സംശയം പോലും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ CR രാധാകൃഷ്ണൻ സാർ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുണ്ടായി. ഒരു ചട്ടക്കൂടുണ്ട്, ആ ചട്ടക്കൂടുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സംഭവങ്ങളൊക്കെ ഇവിടെ ശബരിമലയിൽ നടന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ജമീഷ്, ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി, എത്രയോ വർഷങ്ങളായി നിരന്തരമായി ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ വരുന്ന ആളുകളാണെങ്കിലും ഭരണത്തിൽ വരുന്ന സർക്കാരുകളാണെങ്കിലും ശബരിമലയെ തകർക്കാനുള്ള ഒരു ഗൂഢമായിട്ടുള്ള പദ്ധതിയോ അതല്ലെങ്കിൽ ആസൂത്രണമോ നടക്കുന്നുണ്ട് എന്ന് വേണം കാണാൻ. എത്രയോ തവണകളായി ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീ പ്രവേശനമായി കൊണ്ട് മാത്രമല്ല, ഇപ്പോ ഇത് ഏത് കാലഘട്ടത്തെ തുടങ്ങിയതാണെന്നാണ് നാം പ്രധാനമായും നോക്കേണ്ടത്. ശ്രീ രാധാകൃഷ്ണൻ സാർ സൂചിപ്പിച്ചതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും മറ്റു ക്ഷേത്രങ്ങളാണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള നിയമവും നിയമാവലിയും റൂൾസും എല്ലാം ഉണ്ട്. അതിന്റെ വസ്തുക്കൾ എങ്ങനെ സൂക്ഷിക്കണം, അതിന്റെ തിരുവാഭരണങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം, അതിന്റെ ഭണ്ഡാരവരവ് എങ്ങനെ ചിട്ടപ്പെടുത്തണം, അക്കൗണ്ടുകൾ എവിടെ സൂക്ഷിക്കണം, ഈ തരത്തിൽ ഓരോ ചെറിയ കാര്യത്തിനും ആരുടെ അഭിപ്രായം തേടണം, എവിടെ നിന്ന് അതിന്റെ തീരുമാനം ഉണ്ടാക്കണം, ഇതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായ നടപടിക്രമങ്ങളില്ലേ. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ക്ഷേത്രം തന്ത്രി എന്ന് പറയുന്നത് ഏത് ക്ഷേത്രത്തെ സംബന്ധിച്ച് സുപ്രധാനമായി അവസാന വാക്ക് പറയേണ്ട ആളാണ്. ശബരിമലയെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടും ശബരിമല കമ്മീഷണറുണ്ട്, സ്പെഷ്യൽ കമ്മീഷണറുണ്ട്. ദേവസ്വത്തിന്റെ സ്വത്ത് അങ്ങനെ കഴിയുന്ന തരത്തിലുള്ള നല്ല കള്ളത്തരവും കളവും പഠിച്ചിട്ടുള്ള ആളുകൾ ഒന്നുകിൽ അതിനകത്തുണ്ട് എന്ന് കരുതണം. രണ്ട്, ഇല്ലെങ്കിൽ വിശ്വാസക്കുറവ് കൊണ്ട് ചില ആളുകൾക്ക് എന്തുമാകാം എന്ന് ധരിക്കുന്ന ഒരു ധാരണ ഉണ്ടാകണം. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് രണ്ടും കൂടി ചേർന്നിട്ടാണ്. വിശ്വാസക്കുറവ് കൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. അത് ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണെങ്കിലും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണെങ്കിലും. മറ്റൊന്ന്, അവിടെ എങ്ങനെ ഇതിന്റെ പണത്തെ സംബന്ധിച്ചാണെങ്കിലും അതല്ലെങ്കിൽ സ്വത്തുക്കളെ സംബന്ധിച്ചാണെങ്കിലും, സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ ദേവന്റെ സ്വത്തുക്കളാണ്, ആ ദേവന്റെ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്തതിൽ തങ്ങൾക്ക് അനുകൂലമാക്കി തങ്ങളുടെ ഭാഗമാക്കി മാറ്റാം എന്നുള്ള ഒരു നികൃഷ്ട ചിന്ത പിടിക്കപ്പെടില്ല എന്നുള്ള ധാരണയിലാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ കാണേണ്ടത് ശ്രീ രാധാകൃഷ്ണൻ സാറിനെ പോലുള്ള ആളുകൾ അതിന്റെ ഭാഗമായി നിന്ന ആളുകളാണ്. ശ്രീ അജയ് തറയിലുണ്ട്, അദ്ദേഹം അതിന്റെ ഭാഗമായിരുന്ന ആളുകളാണ്. നമ്മളൊക്കെ ഒന്ന് തിരിച്ചൊന്ന് ആലോചിക്കുക. 98-ൽ എത്രയോ കിലോ സ്വർണമാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് മറ്റൊരു സ്ഥലത്തേക്ക് ദേവസ്വം മാനുവൽ അനുസരിച്ച് ക്ഷേത്ര പരിസരത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നാലമ്പലത്തിന് അകത്തോ അല്ലെങ്കിൽ നാലമ്പലത്തിന് തൊട്ടുപുറത്ത് ചുറ്റമ്പലത്തിന്റെ ഭാഗത്തോ എവിടെയെങ്കിലും വെച്ച് പൂർത്തിയാക്കേണ്ട ഒരു പണിയെ സംബന്ധിച്ച് നടക്കേണ്ട പ്രവൃത്തി, അതിനുവേണ്ടി എത്രയോ കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തയാൾക്ക്, അതാണ് ഏറ്റവും ആദ്യം കാണേണ്ടത്. ഈ പറയുന്ന വ്യക്തി, ഇത് കൊണ്ടുപോയ വ്യക്തിക്ക് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടോ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ ഇവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ടോ ശബരിമലയുടെ ദൈനംദിന നടപടിക്രമങ്ങളിലോ പൂജാതി കർമ്മങ്ങളിലോ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തമുള്ളയാളാണോ ഇത് കൊണ്ടുപോയതെന്നല്ലേ പ്രധാനമായിട്ടും ആലോചിക്കേണ്ടത്. തന്ത്രിയാണോ, മേൽശാന്തിയാണോ, ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണോ? ഒന്നുമല്ല. അപ്പോൾ ഒരു മൂന്നാമതൊരാൾ വരുന്നു, ഒരു വസ്തു ആവശ്യപ്പെടുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തു തരാമെന്ന് പറയുന്നു, ഉടനെ അതെല്ലാം ഇളക്കി കൊടുക്കുന്നു. നാളെ ശബരിമല ശാസ്താവിനെ ചോദിക്കാതെ എന്നാൽ നമ്മൾ അത്ഭുതം കൂറേണ്ടതില്ല എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. ശാസ്താവിനെ ഞാൻ ശരിയാക്കി കൊണ്ടുവരാം, എന്റെ കൂടെ വിടൂ എന്ന് പറഞ്ഞാൽ അത് ഇളക്കി കൊടുക്കുമോ? കാരണം ശബരിമല നട തുറക്കുന്ന ഒരു 20-24 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. ഒരു 1-ാം തീയതിയും 5-ാം തീയതിയും കഴിഞ്ഞാൽ പിന്നെ ഒരു 20-24 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ഈ 24 ദിവസത്തെ ഗ്യാപ്പിൽ അവിടെയുള്ള ആളുകൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതിന് ഇപ്പൊ നമ്മൾ അത്ഭുതം കൂറുകയാണ്. ഇത് എവിടെന്നാ കണ്ടുപിടിക്കപ്പെടുന്നത്? ജമീഷ, ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതെവിടെയാ കണ്ടുപിടിക്കപ്പെടുന്നത്? ഇത് കണ്ടുപിടിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെയുണ്ട്, ഒരു ചുമതലയും ചെയ്യുന്നില്ല. ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒരു ചുമതലയും ചെയ്യുന്നില്ല. ദേവസ്വം ബോർഡിന്റെ ഭരണകർത്താക്കളുണ്ട്, ഒരു ചുമതലയും ചെയ്യുന്നില്ല. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപിൽ അവിടെ കിട്ടുന്ന ചില റിപ്പോർട്ടുകളുടെയോ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇത് വരുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി, അതായത് ഇത് നേരിട്ട് കാണാത്ത ജഡ്ജിമാരുടെ മുൻപിലേക്ക് ഇതിന്റെ റിപ്പോർട്ടുകൾ എത്തുകയാണ്. അത് എത്തുമ്പോൾ അവർക്ക് ഇതിൽ കാണുന്ന അസ്വാഭാവികതയുടെ അടിസ്ഥാനത്തിൽ ദേവനെ സംരക്ഷിക്കുകയും ക്ഷേത്രം സംരക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കർശന നടപടികൾ എടുക്കേണ്ടി വരികയാണ്. ഗുരുവായൂരിൽ ഇതേ വിഷയമുണ്ടായി. ഗുരുവായൂരിൽ നമ്മുടെ ദേവസ്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 10 കോടി രൂപ കൊടുത്തതിനെ സംബന്ധിച്ച്
അതായത് ദുരിതാശ്വാസ സമയത്ത് ആരെയും സഹായിക്കുന്നതിൽ തെറ്റ് കാണേണ്ടതില്ല. പക്ഷെ ദേവസ്വം ഫണ്ട് എടുത്ത് കൊടുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധിയുണ്ട്. ദേവസ്വം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ എത്രയോ കാലങ്ങളായി ഹൈക്കോടതികൾ നിരന്തരമായി വിധി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധി പ്രഖ്യാപനങ്ങളുണ്ട്. അതിനെല്ലാം കാറ്റിൽ പറത്തി ഇതൊരു വലിയ തട്ടിപ്പ് മാത്രമല്ല, ഇത് ദേവന്റെ മുതൽ അവിശ്വാസത്തിന്റെ പേരിൽ കട്ടുമുടിക്കുക, കട്ടെടുക്കുക എന്നുള്ളൊരു നടപടിയാണ് ഇതിലുള്ളത്. ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഭഗവാൻ തന്നെ പുറത്തു കൊണ്ടുവരും എന്നുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്നത്.